അപ്പം ഞങ്ങളുടെ മറുവശം എന്ന സിനിമ ഈ വരുന്ന ഫെബ്രുവരി 28 റിലീസ് ചെയ്യുകയാണ്. അതോട് അനുബന്ധിച്ച് അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പ്രസ് മീറ്റ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ത്രില്ലർ ജെൻസിൽ വരുന്ന സിനിമയാണ്. ഫാമിലി ഇമോഷണൽ ത്രില്ലർ ജെൻസിൽ വരുന്ന സിനിമയാണ്. ഞങ്ങൾക്കിപ്പോൾ ഫിലിം മാർക്കറ്റിൽ സിനിമ IFFK ഫിലിം മാർക്കറ്റിൽ ഈ സിനിമയുടെ ഒരു പ്രിവ്യൂ നടത്താനും സാങ്കേതികമായി കഴിഞ്ഞു. അത് സിനിമ മേഖലയിലെ ടെക്നീഷ്യൻസും സിനിമാ സംവിധായകരും IFFKയിലെ ഡെലിഗേറ്റ്സും അടങ്ങുന്ന ഒരു വലിയ മെമ്പേഴ്സ് കാണാൻ കിടന്നു. അവരിൽ നിന്നെല്ലാം ഭയങ്കര പോസിറ്റീവായ റിവ്യൂസ് നമുക്ക് കിട്ടി. ഒരു സിനിമ എന്നതിൽ ഒരു ഭയങ്കര സിനിമയാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു ത്രില്ലർ, ഒരു കൊമേഴ്ഷ്യൽ പാക്കേജ് സിനിമ IFFK വേദിയിൽ കാണിക്കാൻ ഫിലിം മാർക്കറ്റിൽ പോയി ഒരു വേദി ഒരുങ്ങുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു വേദി സിനിമ കാണിക്കാനിടവന്നത് മൂലം നമുക്ക് ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സായ സൻഹ പിക്ചേഴ്സ് ഈ സിനിമ എടുക്കാൻ താല്പര്യപ്പെട്ട് വരികയുണ്ടായി. അദ്ദേഹത്തോടുണ്ട് സൻഹ പിക്ചേഴ്സ്. അവർ ആ സിനിമയോട് നമുക്ക് കൂടുതൽ മാർക്കറ്റ് ചെയ്യാനുള്ള സാധ്യതകളെ കുറിച്ച് പറഞ്ഞു. തമിഴിൽ നിന്നൊരു റീമേക്ക് അവകാശവുമായി ബന്ധപ്പെട്ട് ഒരു സിനിമ ഗ്രൂപ്പ് നമ്മൾ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കുറേ പോസിറ്റീവ് കാര്യങ്ങൾ ഫിലിം മാർക്കറ്റ്, കേരള ഫിലിം അക്കാദമി സംഘടിപ്പിക്കുന്ന ഫിലിം മാർക്കറ്റിൽ ഈ സിനിമ പ്രദർശിപ്പിച്ചതുകൊണ്ടുണ്ടായിരുന്നു. അത് ഒരു സർക്കാർ സംവിധാനം എന്ന നിലയിൽ അങ്ങനെ പോസിറ്റീവായ കാര്യങ്ങൾ ഉണ്ടായതോടൊപ്പം തന്നെ സെൻസർ നിയമങ്ങളിൽ പെട്ട് നമ്മുടെ സിനിമ കുറച്ചൊന്ന് ട്രബിളാവുകയും ചെയ്തു. ഞങ്ങളുടെ സിനിമയ്ക്ക് ഇപ്പോൾ A സർട്ടിഫിക്കേഷനാണ് സിനിമയുടെ സർട്ടിഫിക്കേഷൻ. ഒരു കുടുംബചിത്രമായി ഞങ്ങൾ എടുത്ത സിനിമയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫ്ലാഷ് ബാക്ക് രംഗങ്ങളിലും ഒക്കെ വരുന്ന ചില വയലൻസ് കണ്ടന്റുകളുടെ ബേസിലാണ് ഞങ്ങൾക്ക് സിനിമയ്ക്ക് A സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ളതിനേക്കാൾ ഉപരി ആ സിനിമയിൽ ഒരു പോലീസ് ഓഫീസർ ഉപയോഗിക്കുന്ന ഫൗൾ ലാംഗ്വേജ് ഉണ്ട്, ചില വയലൻസ് രംഗങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി അത് ഏത് ഓഡിയൻസിനെയാണ് കൊടുക്കേണ്ടതെന്ന് വ്യക്തമായി കാഴ്ചപ്പെടുക. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു കുടുംബചിത്രമായെന്ന് അതിൻ്റെ ഒരു സ്ട്രക്ചറൽ ബാക്ക്ഗ്രൗണ്ട് അല്ല. എന്നിട്ട് കൂടി ആ സിനിമയ്ക്ക് A സർട്ടിഫിക്കേഷൻ മതി, അങ്ങനെയാണ് സെൻസർ നമുക്ക് കിട്ടാൻ സാധ്യതയെന്ന് മനസ്സിലാക്കി ഇല്ല, നമ്മളും ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന നിലയിൽ ആ സിനിമയ്ക്ക് A സർട്ടിഫിക്കറ്റ് മതി എന്ന തീരുമാനമെടുത്ത് അപ്ലൈ ചെയ്തതിന് ശേഷവും ആ സിനിമ കണ്ടിട്ട് നമ്മുടെ സെൻസർ ബോർഡ് ആ സിനിമയിലെ വയലൻസിന്റെ 20% കട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നിലപാടെടുക്കുകയുണ്ടായി. അപ്പം ഞാൻ അതിനെ തർക്കിക്കുകയും അപ്പം സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസ് ഒരു തരത്തിലും അനുവദിക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു സെൻസർ ബോർഡിന്റെ വിധിയെഴുത്ത്. സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസ് ഗ്ലോറിഫൈ ചെയ്യുന്നൊരു സിനിമയല്ല ആദ്യമായി ഇത് തീർച്ചയായിട്ടും സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസ് ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ വയലൻസ് നടക്കുന്ന സ്ത്രീകൾക്കെതിരെയാണ്. അപ്പൊ ആ വയലൻസിനെ പ്രതിനിധാനം ചെയ്യുന്ന ആ സിനിമയെ പിക്ചറൈസ് ചെയ്യുന്ന ഒരു സിനിമയാണ്, അതിനെ ഗ്ലോറിഫൈ ചെയ്തിരുന്ന സിനിമയല്ല. ഒപ്പം അതിനെ എതിർക്കുന്ന അതിനെതിരെയുള്ള സിനിമ തന്നെയാണ്. അങ്ങനെയുള്ള സിനിമയ്ക്ക് ഇത്രയും പോർഷൻ കട്ട് ചെയ്ത് കളയണമെന്ന നിലപാടിലേക്ക് എത്തുമ്പോൾ ഒരു വിട്ടുവീഴ്ചയും തയ്യാറാവാതെ അത് ഒരുപാട് ചർച്ചകൾ നടത്തിയെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല എന്നുള്ളതാണ് സെൻസർ ബോർഡിന്റെ A സർട്ടിഫിക്കേഷന് നമ്മൾ അറിഞ്ഞുകൊണ്ട് തയ്യാറായ ഒരു സിനിമയ്ക്ക് അത്തരം കട്ടുകൾ നിയമപരമായിട്ട് A സർട്ടിഫിക്കേഷൻ എന്നാൽ നിങ്ങൾക്ക് തോന്നുന്നത് എന്തും ചെയ്യാമെന്നല്ല എന്നൊക്കെയുള്ള നിലപാടുകളും അതിനേക്കാൾ ഉപരി എനിക്ക് ക്രൂരമായി തോന്നിയത് അതിലെ ഒരു പ്രധാന അംഗം എന്നോട് പറഞ്ഞത്, സിനിമ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വില്ലനെ നിങ്ങൾ ഇങ്ങനെ ചിത്രീകരിക്കണമായിരുന്നു, വില്ലന്റെ മരണം നിങ്ങൾ ഈ രീതിയിൽ പോർട്രേറ്റ് ചെയ്യണമായിരുന്നു നിർദ്ദേശം വെച്ചതാണ്. ഒരു സാങ്കേതിക വിദഗ്ധനോട്, ഒരു ടെക്നീഷ്യനോട്, ഒരു സംവിധായകനോട്, ഒരു ക്രിയേറ്റീവ് പേഴ്സണോട് ഇത്തരം ഒരു നിലപാട് പറയേണ്ടവരല്ല സെൻസർ ബോർഡിൽ ഇരിക്കുന്നവരെന്ന് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. പക്ഷെ ഒരു ചെറിയ ബഡ്ജറ്റിൽ എടുത്ത സിനിമ എന്ന നിലയിൽ എനിക്ക് ആ സിനിമ അന്ന് ആ കടമകൾ കടന്ന് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടായിരുന്നു. ഞാൻ അന്ന് റിലീസ് ഫിക്സ് ചെയ്തതിനു ശേഷമാണ് ഞാൻ ഈ മൂവ്മെന്റിലേക്ക് പോകുന്നത്. ഒരു സിനിമ മിക്സിങ്ങും ബാക്കി എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞതിന് ശേഷമാണല്ലോ നമ്മളിതിന് സർട്ടിഫിക്കേഷന് വേണ്ടി പോകുന്നത്. അപ്പോൾ പിന്നീട് ഈ സിനിമയ്ക്ക് വേണ്ടി വന്ന കട്ടുകൾ അല്ലെങ്കിൽ ഇത് നിർദ്ദേശിച്ച കട്ടുകളും മറ്റു കാര്യങ്ങളും ചെയ്യേണ്ടി വന്നപ്പോൾ ഞങ്ങൾക്കുണ്ടായ സമയനഷ്ടം, ഞങ്ങൾക്കുണ്ടായ സാമ്പത്തിക നഷ്ടം ഒക്കെ ഒരു ചെറിയ സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം. ഇവിടെ കില്ലും മാർക്കോയും അടക്കം ഇന്ന് മലയാള സിനിമയും ഇന്ത്യൻ സിനിമയും ഒരുപാട് വയലൻസ് സിനിമകൾ കൊണ്ടാടുന്നുണ്ട്. ഇവർക്കൊക്കെ സെൻസർ നടപടികൾ ഭംഗിയെ നടപ്പിലാക്കപ്പെടുന്നു, അവർക്ക് കട്ടുകൾ വിധിക്കുന്നില്ല എന്നല്ല. പക്ഷെ അതിലൊക്കെ കണ്ടുള്ള വയലൻസുമായിട്ട് തരണം ചെയ്യുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ സിനിമയുടെ വയലൻസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയ ഒരു വയലൻസ് ആണ്, വളരെ വളരെ ചെറിയ തോതിലുള്ള ഒരു വയലൻസ് ആണ്. അത് ഏത് കോണ്ടെക്സ്റ്റിൽ വരുന്നു എന്നുള്ളതും കൂടി കണക്കിലെടുത്താൽ തീർച്ചയായിട്ടും ഈ സിനിമ ഒരു ചെറിയ സിനിമയായതുകൊണ്ടും ബഡ്ജറ്റ് വൈസ് അല്ലെങ്കിൽ ഒരു വലിയ ബാനർ സംഘടിപ്പിച്ച സിനിമ അല്ലാത്തത് കൊണ്ടുണ്ടായ ഒരു നിലപാടായി മാത്രമാണ് ഞാൻ അതിനെ കാണുന്നത്. അത്തരം കാര്യങ്ങളോടുള്ള ഒരു പ്രതിഷേധ സൂചകമായിട്ടും കൂടിയാണ് ഈ വേദി ഞാൻ ഉൾപ്പെടുന്നത്. അതുകൊണ്ട് എന്റെ സിനിമയുടെ റിലീസ് എനിക്ക് ഒരു 2-2.5 മാസക്കാലം നീണ്ടുപോവുകയും
എന്നെ പോലൊരു പുതിയ നിർമ്മാതാവ്, ഞാൻ ഈ സിനിമ സംവിധായകനാണ്, ഞാൻ 5ാമത്തെ സിനിമയാണത്. പക്ഷേ ഈ സിനിമ ഞാൻ സ്വന്തമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് ഒരുപാട് പ്രതിസന്ധികൾ ഒരു സിനിമ നിർമ്മിക്കുന്നതിൽ വന്നപ്പോൾ ഞാൻ സ്വയം എടുത്ത തീരുമാനമാണ്. ആ തീരുമാനം മുന്നോട്ട് പോകുന്നതിന് ഒരുപാട് പ്രതിസന്ധികൾ ഈ 2.5 മാസക്കാലത്തെ കാത്തിരിപ്പ് നീണ്ടതിലൂടെയും മറ്റ് ടെക്നിക്കൽ കറക്ഷനിലൂടെയും എനിക്ക് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. ഇതുകൂടി അറിയിക്കുന്നു. ഈ എന്തായാലും എല്ലാ കടമ്പകളും കഴിഞ്ഞ് സിനിമ 28-ാം തീയതി റിലീസ് ചെയ്യുകയാണ്. ഈ എ സർട്ടിഫിക്കറ്റ്, ഞാൻ ഇതിന് ഒരു ടാഗ് ലൈൻ കൊടുക്കുന്ന ഒരു എ സർട്ടിഫിക്കറ്റ് കൊടുക്കുക ഇത്ര ഒന്നാണ്. അങ്ങനെ തന്നെ ഞാനത് മുന്നോട്ട് വയ്ക്കും. പ്രേക്ഷകൻ തീരുമാനിക്കേണ്ട ഇതിൽ എന്താണ് ഇത്ര വലിയ നിങ്ങൾ ഈ കണ്ട മറ്റ് സിനിമകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് എ സർട്ടിഫിക്കേഷൻ എന്നെ കട്ടുകൾ വിധിക്കാൻ മാത്രമുള്ള എന്ത് പ്രശ്നമാണ് ഈ സിനിമയ്ക്ക് ഉണ്ടാകുന്നതെന്ന് വിലയിരുത്തപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നോർമലി ഒരു ചിത്രത്തില് കട്ടിങ്ങുകൾ വന്നു എഡിറ്റിംഗ് ടേബിൾ തന്നെ ഒരു സിനിമയുടെ ഗതി തന്നെ മാറും. അപ്പോൾ സെൻസർ ബോർഡിൽ ഒരു കട്ടിങ് വന്നത് ഇങ്ങനെ കഥയുടെ ചിലപ്പോൾ ഒരു പ്രധാന പോർഷൻ ആയിരിക്കും കട്ടാവുന്നത്. അപ്പം ഇപ്പോൾ കുറേ പോർഷൻ കട്ടായെന്ന് പറയുന്നു. അപ്പം എത്രത്തോളം മാറ്റങ്ങൾ സിനിമയിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രേക്ഷകന് നൽകുന്ന ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, ഇത് തിയേറ്ററിൽ ഉണ്ടാകുന്ന മൊമെന്റ് അത് ബാധിക്കുമോ? തീർച്ചയായിട്ടും എനിക്ക് പേഴ്സണലി എൻ്റെ ക്രിയേഷനെ അത് ബാധിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ വ്യൂ പോയിന്റിൽ അത് നാളെ പ്രേക്ഷകന് അത് കണ്ടിട്ടില്ലാത്ത പ്രേക്ഷകന് ചിലപ്പോൾ അത് കാണാത്ത വിധമാക്കാൻ നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ അതിനെ ഒരു വൈദഗ്ധ്യം വന്നാൽ അതിനെ കറക്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളാണല്ലോ എഡിറ്റിംഗ് പോയിന്റ് നമ്മൾ നടത്തിയിട്ടുള്ളത്. പക്ഷെ എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സിനിമയുടെ ആദ്യത്തെ വർഷനിൽ നിന്ന് ആ അടർന്നുപോയ ഭാഗങ്ങൾ എനിക്ക് വേദന ഉണ്ടാക്കുന്നതാണ്. അതെൻ്റെ സിനിമയുടെ കുറവുകൾ ഉണ്ടാക്കുമെന്നും അത് ഞാൻ അവരെ കൺവിൻസ് ചെയ്യാൻ നോക്കുകയും ചെയ്തു. എനിക്ക് ആ സിനിമയിൽ അങ്ങനെ ചെയ്താലാണ് എനിക്കത് കൃത്യമായി എനിക്കത് ഇത് അപ്പൊ അവരത് അല്ല, അങ്ങനെ ഇല്ല, നിങ്ങൾക്ക് അങ്ങനെ ഇല്ല, അങ്ങനെ കുഴപ്പം വരില്ല എന്ന് അവർ നിശ്ചയിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും അത് എന്നെ ബാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അതിനെ കറക്റ്റ് ചെയ്യാനോ റെക്ടിഫൈ ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾ എഡിറ്റുകൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരുപക്ഷെ നിർണായകമായൊരു ഇത് ലോസ് ആയാലുള്ള അവസ്ഥ എന്താണ്, ഞങ്ങൾ ഏകദേശം സിനിമയ്ക്ക് പ്രദർശിപ്പിക്കുകയും പ്രേക്ഷകർക്ക് ഫിലിം മാർക്കറ്റ് ഇഷ്ടപ്പെടുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾ അത് സന്തുഷ്ടരാണ്. വേറെ പ്രശ്നങ്ങൾ വന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ആരും അത്തരം പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു നിർണായകമായൊരു സ്റ്റേറ്റ്മെന്റോ ഒരു നമ്മൾ മെൻഷൻ ചെയ്യപ്പെടേണ്ട ഒരു സാധനം അതിലൂടെ കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവാം. മറുചോദ്യം ചോദിച്ചില്ല, അതായത് ഇപ്പൊ മാർക്കോ പോലുള്ള സിനിമകൾ ഇവിടെ എങ്ങനെ റിലീസായി, അതായത് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തെങ്കിലും ഇതിനെ ഇത്രമാത്രം വയലൻസ് കാണിക്കുന്നു. അപ്പൊ അതിനോടനുബന്ധിച്ച് ഇത് എത്രമാത്രം കട്ട് ചെയ്യേണ്ടത് ഉണ്ടോ എന്ന് ചോദിച്ചില്ല. ഞാൻ സ്പെസിഫൈഡ് സിനിമ അന്ന് മാർക്കോ റിലീസ് ആയിട്ടില്ല. പിന്നെ ഞാൻ സ്പെസിഫൈഡ് സിനിമ എടുത്ത് വെച്ച് വിശകലനം ചെയ്യാൻ തന്നില്ല. ഞാൻ സംസാരിച്ചത് ഇതിനേക്കാൾ അന്ന് കില്ലൊക്കെ റിലീസ് ആയിട്ടുണ്ട്. കില്ല് ഞാൻ മെൻഷൻ ചെയ്തു എന്നാണ് പറഞ്ഞത്. മറ്റൊരു മലയാള സിനിമ അല്ലാത്തത് കൊണ്ട് ഞാൻ മെൻഷൻ ചെയ്തു. ഒരു മലയാള സിനിമയെ മെൻഷൻ ചെയ്ത് ഞാൻ സംസാരിക്കേണ്ടത് വന്നില്ല. പക്ഷെ ഞാൻ ഈ വിഷയമൊക്കെ സംസാരിച്ചു. അതിലുപരി നമ്മുടെ ഒരു ചെറിയ സിനിമയോട് കാണിക്കുന്ന നീതികേടായിട്ട് തന്നെ ഞാൻ പ്രസന്റ് ചെയ്തു. പക്ഷെ ഒരു തരത്തിലും അദ്ദേഹം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. ഞാൻ പറഞ്ഞു, ഈ മറുചോദ്യം ഉണ്ടായി എന്ന് പറയുന്നതാണ് എന്നെ ഏറ്റവും എനിക്ക് വിഷമം ഉണ്ടാക്കുന്ന ഘടകം. അതായത് അദ്ദേഹം ഒരു നിർദ്ദേശം പറയുകയുണ്ടായി അവിടെ ഇരുന്ന ഒരാൾ, അത് ഈ പറഞ്ഞത് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഫ്ലോയിൽ എന്നോട് സംസാരിച്ച വഴിക്ക് വന്നതായിരിക്കാം. പക്ഷെ അങ്ങനെ നിർദ്ദേശം പറയാൻ അങ്ങനെ ഇരിക്കുന്ന ഒരാൾ അധികാരപ്പെട്ടിട്ടില്ല. ഞാൻ പറയുന്നത് ഒരു ക്രിയേഷന് നിങ്ങൾ ഇങ്ങനെ ചെയ്യണമായിരുന്നു, അങ്ങനെ ആയിരുന്നെങ്കിൽ അതിന് അദ്ദേഹം ഉപയോഗിച്ച പദപ്രയോഗം എന്റെ സിനിമയുടെ കണ്ടന്റിലേക്ക് കടന്നു കയറുമെന്നുള്ളത് മാത്രം ഞാൻ ആ ലൈനിൽ ഇപ്പൊ പറയുന്നില്ല. പക്ഷെ അതും ഒരു അല്പം വൾഗർ ലാംഗ്വേജ് തന്നെയാണ് അദ്ദേഹം എന്നോട് പ്രതികരിച്ചത്. അങ്ങനെ ചെയ്യണമായിരുന്നു എന്ന് പറഞ്ഞത്. ഇത് ആദ്യമായിട്ടല്ല സെൻസർ ബോർഡിൽ നിന്ന് ഇങ്ങനെയുള്ള നടപടികൾ ഉണ്ടാകുന്നത്. ഇതിനു മുമ്പും പല സിനിമകൾക്ക് ഇതേപോലെ സെൻസർ ചെയ്യപ്പെട്ട് പല വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. എന്തുകൊണ്ട് ഇതിനൊരു നിയമ നടപടിക്ക് മുന്നോട്ട് പോയിട്ടില്ല? ഇതിൽ ആദ്യമായിട്ട് നമ്മൾ സെൻസർ ബോർഡിൽ പണ്ട് ഞാൻ എൻ്റെ കല്യാണിസം എൻ്റെ ആദ്യ സിനിമയും മറ്റേ ദമ്മ എന്ന് പറയുന്ന 2ാമത് സിനിമയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള സെൻസർ ബോർഡ് അംഗങ്ങൾ പലരും സിനിമയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സിനിമ സംബന്ധമായ ആൾക്കാരാണ് ഇരിക്കുന്നത് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ പലപ്പോഴും നമുക്ക് അത്രയും സുപരിചിതമല്ലാത്ത ഫേസുകളാണ് നമ്മൾ കാണുന്നത്. പലപ്പോഴും രാഷ്ട്രീയ കോണുകളിൽ നിന്നും ഒക്കെ ഈ കമ്മിറ്റിയിലേക്ക് ആൾക്കാർ എത്തപ്പെടുന്നു. അവർ സിനിമ വിലയിരുത്താൻ അല്ലെങ്കിൽ സിനിമയുടെ പ്രതിനിധികളായിട്ട് അല്ലാത്തവരും ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനിലുണ്ട് എന്നുള്ളതാണ്, ആ പാനലിലുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലായത്. അതുപോലും എനിക്കത് ഒരു കറക്റ്റായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഉറപ്പായിട്ടും സ്ത്രീകൾക്ക് അത് വയലൻസ് ആണ്. വയലൻസിൽ അത് സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസ് ഒരു തരത്തിലും അനുവദനീയമല്ല. അതിന് ഒരു സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന, അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്കുള്ള വയലൻസ് തന്നെ സിനിമകളും കണ്ടത്. ഞാൻ ഇപ്പോഴും പിന്നെ പേരുകൾ പറയുന്നത്, പക്ഷെ നമ്മൾ കണ്ടതെല്ലാം അത് തന്നെയല്ലേ. ഇവിടെ സിനിമ അത് ഗ്ലോറിഫൈ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആ കണ്ടന്റിൽ അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു സിനിമയാണ്. പക്ഷെ അതിനെതിരെ പ്രതികരിക്കണമെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നതിനെ നമ്മൾ ചിത്രീകരിക്കാതെ അതിനെതിരെ എങ്ങനെ പ്രതികരിക്കും? കണ്ടിട്ടുണ്ട് ഞാൻ ആ സിനിമ
ശിവശങ്കരേട്ടാ, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു നടനാണ് താങ്കൾ. ഇപ്പം ലീഡ് റോളിൽ കിട്ടുന്ന ഒരു കഥാപാത്രം ഒരുപാട് കൊതിച്ച് കിട്ടുന്ന ഒരു സിനിമയാവും, അല്ലെങ്കിൽ ഒരു കഥാപാത്രമാവും. ആ സിനിമയിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്ന പറയാൻ എത്രത്തോളം പേഴ്സണലി അത് ബാധിക്കുന്നുണ്ട് ചിന്ന? ഞാൻ ലീഡ് റോളിൽ ഉള്ള സിനിമയാണെങ്കിലും അല്ലാത്ത സിനിമയാണെങ്കിലും ഇതെല്ലാത്തിനും ബാധിക്കത്തില്ലേ? അല്ല, നമുക്ക് ഒരുപാട് സ്വപ്നം കണ്ടിട്ടൊരു മൊമെന്റ് ആയിരിക്കുമല്ലോ. അപ്പൊ ആ സിനിമയിൽ തന്നെ ഇത്രയും എഫേർട്ട് ഇട്ടിട്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഒരുപക്ഷെ പ്രേക്ഷകന് ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ മനസ്സിലാകണമെന്നില്ല, പക്ഷെ അതുണ്ടായിരുന്നെങ്കിൽ അത് വേറെ ലെവലിലായിരിക്കും. അതാണ് അതിന്റെ കാര്യം. ഞങ്ങളൊരു ടെക്നിക്കൽ പ്രിവ്യൂ നടത്തുകയും പിന്നീട് പ്രേക്ഷകർക്ക് മുന്നിൽ ഒരു പ്രിവ്യൂ നടത്തുകയും ചെയ്തതിന്റെ റീസൺ ഒരു പക്ഷേ ഇതായിരിക്കും. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരാൾ സിനിമ റിലീസിന് 1 മാസം മുമ്പാണ്, ഇപ്പൊ ഫിലിം മാർക്കറ്റ് 1-1.5 മാസം മുമ്പ്, അത്രയും വലിയൊരു കാലയളവ് മുമ്പ് നമ്മൾ ഒരു സിനിമ പ്രേക്ഷകന്റെ മുന്നിലേക്ക് വെച്ചു കൊടുക്കാൻ തയ്യാറാവില്ല. കാരണം എന്താ വെച്ചാൽ ഒരു സിനിമയെ കുറിച്ച് നെഗറ്റീവ് റിവ്യൂ വന്നാൽ തീർന്നു ആ സിനിമ. പിന്നെ ആ സിനിമ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനോ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. ഇവിടെ വലിയ സിനിമകൾ ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, ലാലേട്ടനൊക്കെ വലിയ സിനിമകൾ ഇവിടെ ചെയ്തതിനു ശേഷം സിനിമാ സാങ്കേതികർക്ക് മുന്നിൽ പ്രിവ്യൂ വെച്ചപ്പോൾ അത് വർക്കാവില്ല എന്ന് പറഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂഷൻ മാറി പോവുകയൊക്കെ ചെയ്തിട്ടുള്ള ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു പണ്ടൊക്കെ. അപ്പൊ ആ കാലഘട്ടത്തിൽ നിന്ന് മാറി നമ്മൾ ഇന്ന് 1.5 മാസം മുമ്പ് ഒരു പ്രിവ്യൂ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വെച്ചു കൊടുക്കാനുള്ള ധൈര്യം കാണിച്ചതും ധൈര്യത്തിനപ്പുറം നമ്മൾ ഒരു പരീക്ഷണ സ്വഭാവം കൂടി വെച്ചുകൊണ്ടായിരുന്നു അങ്ങനെ വെച്ചത്. പക്ഷെ ഇന്നിപ്പോ നമ്മൾ ഇവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതും ഈ സിനിമയ്ക്ക് ഡിസ്ട്രിബ്യൂഷൻ അടക്കം നമുക്ക് സെറ്റ് ആയതും ഒക്കെ ആ പ്രിവ്യൂ കൊണ്ടാണ്. അത് നമുക്ക് പോസിറ്റീവ് കാര്യമാണ്. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, സിനിമയ്ക്ക് കൈയടികൾ കിട്ടി, സിനിമ മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ഒരു സാങ്കേതിക സാഹചര്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചു എന്നുള്ളത് അത് നമുക്ക് കിട്ടിയ ഒരു എക്സ്ട്രാ ബോണസ് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അങ്ങനെ കരുതുന്നു. പക്ഷെ അതല്ലായിരുന്നുവെങ്കിൽ ആ സിനിമയ്ക്ക് നഷ്ടം ഉണ്ടായാൽ ഈ പറഞ്ഞ സാമ്പത്തികം മുടക്കി ഞാൻ തന്നെയാവും അതിന് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത്. നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ എത്രത്തോളം ഓരോ സിനിമ ചൂസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവില്ല, ചെയ്യുന്ന കഥാപാത്രം പ്രേക്ഷകരിലേക്ക് എത്രത്തോളം എത്തും, അല്ലെങ്കിൽ അതിന്റെ ഗ്രാഫ് അതുകൊണ്ട് ഏത് കഥാപാത്രം ചൂസ് ചെയ്യുമ്പോഴും സെലക്ട് ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഈ സിനിമയിലെ കഥാപാത്രം എത്രത്തോളം ഡീപ്പാണ്? ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. കാര്യം അന്നാവിൻ്റെ സിനിമയിൽ ഞങ്ങൾ ഇമ്പോർട്ടൻറ്റ് ആക്ടേഴ്സാണ്. അപ്പോൾ ഞങ്ങൾക്കെല്ലാം വളരെ സ്ട്രോങ് റോൾസാണ് അദ്ദേഹം തരാറുള്ളത്. ഇതിൽ ഞാൻ ജയശങ്കരേട്ടന് മരുമോനാണ്, സൺ-ഇൻ-ലോ ആണ്. നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല പ്രതീക്ഷയോടെ നമ്മൾ ഉള്ള കഴിവുകൊണ്ട് നമ്മളൊരു സീൻ പെർഫോം ചെയ്യുന്നു. ഈ സീൻ എങ്ങനെ സിനിമയിൽ വരുന്നു എന്നുള്ള ഡയറക്ടറിന്റെ കയ്യിലും കൂടെയാണ്. അദ്ദേഹം അതിന് എത്ര അനുയോജ്യമായ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചൂസ് ചെയ്ത് അതിന് പ്ലേ ചെയ്യുന്നു, എങ്ങനെയാണ് നമ്മൾ ആ സീൻ പ്ലേസ് ചെയ്യുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഇതിനു മുമ്പ് അഭിനയിച്ച മമ്മൂക്കയുടെ മൂവിയാണ് ക്രിസ്റ്റഫർ. അപ്പോൾ ക്രിസ്റ്റഫറിൽ പീനുച്ചൻ സാറിന് ആ റോളിന് വിളിക്കുമ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ്, കല്യാണം കഴിഞ്ഞിട്ട് പോകും, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് അപ്പോൾ എൻ്റെ സീൻസ് മാത്രം തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്ലാറ്റ് ലാൻഡ് അസോസിയേഷനെ കാണാൻ വേണ്ടി ഞാൻ വായിച്ചപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ എനിക്ക് ഡയലോഗേ ഇല്ല, ഒരു ലൈൻ പോലും ഇല്ല. ഓക്കെ, വേറെ സീൻ്റെ ഇടയിൽ മമ്മൂക്ക എന്നെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് ഒരു സെക്സ് മേനിയാക്ക് എന്നാണ്. സോറി, ഇത് ഈ ക്യാരക്ടറാണ് ഞാൻ എനിക്ക് ചെയ്യാൻ ഒന്നാമത് എങ്ങനെ ഉണ്ടാകുന്നത് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ സിനിമ വന്നപ്പോൾ ആ സിനിമയുടെ മൊത്തത്തിൽ എൻ്റെ കുറേ സീൻസ് എടുത്തത് അജയ് വാസുദേവായിട്ടാണ്. അന്ന് ഉണ്ണി സാറിന് ത്രോട്ടിനൊരു പ്രോബ്ലം ഉണ്ട്. അജയ് വാസുദേവ് സാറാണ് കൂടുതൽ ആ സീൻസ് എടുത്തതും. അപ്പോൾ പിന്നെ ജസ്റ്റിൻ വർഗീസിന്റെ മ്യൂസിക്കും എല്ലാം കൊണ്ടും സിനിമയിൽ വന്നപ്പോൾ ഭയങ്കര ഇമ്പാക്റ്റ്. ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് അതിനൊരു കറക്റ്റ് റീഡിങ് കിട്ടില്ല. നമ്മൾ ഡയറക്ടർ ഓക്കെ ആവുന്നവരെ നമ്മൾ അഭിനയിക്കുന്നു, സിനിമ വരുമ്പോൾ സ്ക്രീനിൽ കാണാം, സ്ക്രീനിൽ അതെങ്ങനെ വരുന്നുള്ളത് അപ്പോഴേ അറിയുള്ളൂ. ഇപ്പോൾ ഈ ഇങ്ങനൊരു യുവനിരയിൽ നിൽക്കുന്ന താരനിരയിലുള്ള ഒരു ആക്ടറാണ് താങ്കൾ. അപ്പം ഈ സിനിമയിലുള്ള ഇങ്ങനെ സെൻസർ ബോർഡിനുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ കാഴ്ചപ്പാട് മാറേണ്ട സമയം കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നുണ്ടോ? മാറിക്കൊണ്ടിരിക്കുകയാണ്, അതൊരു നല്ല വശം തന്നെയാണ്. ഐ മീൻ ആ മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ മാർക്കോ പോലൊരു മൂവി നിസ്സാര കട്ടുകളോടെയാണ്, വളരെ മൈന കച്ചോടെയാണ് മൂവി റിലീസ് ചെയ്യാൻ സമ്മതിച്ചത്. സോ അത് നമുക്ക് മലയാള സിനിമയ്ക്ക് അത് വലിയൊരു മൂമെന്റാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് അതേ കൺസിഡറേഷൻ ചെറിയ സിനിമകൾക്ക് മറ്റു സിനിമകൾക്കും ലഭിക്കണം എന്നുള്ളതാണ്. വേർതിരിവ് വരരുത് എന്നാണ് നമ്മുടെ ആഗ്രഹം. എനിക്ക് എന്റെ ഡയറക്ടറെ വിശ്വാസമാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഞാൻ അതേപോലെ വിശ്വസിക്കുന്നു. ഈ സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് കിട്ടിയത് മാനസികമായ വിഷമം ഇല്ല, അല്ല, അതിന് അറിയരുത് എന്തായാലും. ശരിക്കും എ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമ്മള്
ഇതിന്റെ സെൻസർ കാര്യങ്ങൾക്ക് വേണ്ടി മൂവ് ചെയ്തപ്പോൾ തന്നെ, അല്ലെങ്കിൽ എനിക്ക് അതിന്റെ വയലൻസ് ഏരിയയെ കുറിച്ച് അറിയാം. അപ്പൊ ആ ഏരിയ എ സർട്ടിഫിക്കേഷന് ആയിരിക്കും വിധേയമാവുക എന്നുള്ളൊരു സാധ്യത ഭയങ്കരമായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇനി കൂടുതൽ നമ്മൾ അതിലേക്ക് കറക്ഷന് വേണ്ടി പോകണ്ട. ആ സിനിമയെ എ സർട്ടിഫിക്കറ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്തോട്ടെ എന്ന് കരുതി എ സർട്ടിഫിക്കറ്റിന് വേണ്ടി തന്നെയാണ് അപ്ലൈ ചെയ്തത്. ഞാൻ പറയുന്നത് നമ്മൾ തന്നെ നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധത വെച്ച് എ സർട്ടിഫിക്കറ്റിന് വേണ്ടി തന്നെയാണ് ആ സിനിമ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഞങ്ങൾ സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ട് പിന്നീട് മാറ്റി നിർണ്ണയിച്ചതൊന്നുമല്ല. എ സർട്ടിഫിക്കറ്റ് മതി എന്ന് നമ്മൾ തീരുമാനിച്ചെടുത്ത് എ സർട്ടിഫിക്കറ്റ് തന്നതിന് ശേഷം കട്ടുകൾ വിധിച്ചു. അത് രണ്ട് തരം ഇത് രീതി എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. വലിയ സിനിമയാണെങ്കിൽ ആ കാഴ്ചപ്പാടോ എല്ലാവർക്കും ഉള്ളത്. അതിപ്പോ എ സർട്ടിഫിക്കറ്റ് ആ സിനിമ ഇപ്പോൾ റിലീസ് ചെയ്തതന്നെ. പക്ഷെ അല്ലാതെ എ സർട്ടിഫിക്കറ്റ് തന്നോ എന്നുള്ളതിനെ കുറിച്ചല്ല. എ സർട്ടിഫിക്കറ്റ് തന്നത് നമ്മൾ അവകാശപ്പെട്ട് നമ്മൾ ചോദിച്ചു വാങ്ങിച്ചത് തന്നെയാണ്. അതൊരു ബിസിനസ് സാധ്യത ബാധിക്കില്ലേ? OTT, സാറ്റലൈറ്റ് എന്നുള്ള സാധനങ്ങളെ ബാധിക്കില്ല? അത് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. എപ്പോഴും നമുക്ക് കാറ്റിലുള്ളതാണ് നമ്മൾ കേൾക്കുന്നത്. ഈ കാറ്റിൽ കേൾക്കുന്നതിൽ OTT, സാറ്റലൈറ്റിന് പിന്നെ സെൻസർ ചെയ്യണം, അങ്ങനെയൊക്കെ ഒരുപാട് നിയമവശങ്ങളും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷെ എനിക്ക് ഇതിന്റെ റിയാലിറ്റി അറിയില്ല. ഞാൻ ഇതൊരു വലിയ സർട്ടിഫിക്കറ്റ് സിനിമ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഇനി ഞാൻ ചെയ്ത് റിലീസ് ചെയ്യാനുള്ള ആഴം എന്ന സിനിമ യു സർട്ടിഫിക്കറ്റ് ആണ്. അത് ഞാൻ അവിടെ മെൻഷൻ ചെയ്തു. അതൊരു ക്ലീൻ യു മൂവിയാണ്. അപ്പൊ അതൊരു കുട്ടിയെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ് ആഴം. ഞാനൊരു 8 വർഷക്കാലം വെയിറ്റ് ചെയ്തിരുന്നു ഒരു കുട്ടിയുടെ വളർച്ചയുടെ ഗ്രാഫ് റിലേറ്റ് ചെയ്ത് അത് ഷൂട്ട് ചെയ്തെടുത്തൊരു സിനിമയാണ്. അപ്പൊ ആ സിനിമയ്ക്ക് യു സർട്ടിഫിക്കറ്റ് ആണ്. ആ സിനിമയിൽ വൾഗറായിട്ടുള്ള ഒരു വാക്ക് പോലും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സിനിമ കണ്ടന്റിന്റെ ബേസിസിൽ എടുത്ത ആള് തന്നെയാണ് ഞാൻ. അതിനുശേഷം ഈ സിനിമയുടെ കണ്ടന്റ് ഇത് ആവശ്യമാണെന്ന് കണ്ടപ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു ചിത്രീകരണ രീതി ഉണ്ടാക്കിയത്. അപ്പൊ അത് അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് സിനിമയുടെ കണ്ടന്റ് എന്താണോ അതിനെ ക്രിയേറ്റീവ് പാർട്ടിൽ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ വരുമ്പോൾ കുറച്ച് വയലൻസ് വേണ്ടി വന്നാൽ അത് വിഷ്വലൈസ് ചെയ്തല്ലേ പറ്റും. ആ രീതിക്കാണ് അതിനെ കണ്ടിട്ടുള്ളത്. സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അങ്ങനത്തെ കാഴ്ചപ്പാടുണ്ടോ? എനിക്കറിയാൻ പാടില്ല. 18+ അവിടെ, അതായത് കുഞ്ഞുങ്ങളെ കാണരുത്. അതല്ല, 18+ മുകളിലുള്ള പ്രശ്നമുണ്ട്. താഴെയുള്ള പിള്ളേർക്ക് അത് പ്രശ്നമല്ല. അവരതിൽ കൂടുതൽ കാണുന്നുണ്ട്. അല്ല, ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷനകത്ത് എന്തെങ്കിലും പ്രത്യേക കുഴപ്പമൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മളിവിടെ പറഞ്ഞതല്ലോ, ഇവിടെ പറഞ്ഞത് ഇതിനകത്ത് പിന്നെ സീൻസ് കട്ട് പറഞ്ഞതിനകത്തുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഈ സർട്ടിഫിക്കറ്റ് എന്തോ മോശം സിനിമയാണെന്ന് എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെയില്ല, എ സർട്ടിഫിക്കറ്റ് ഇപ്പൊ മോശമാണെന്നില്ല. പിന്നെ ഈ ചാനലുകളുടെ ഇതിനെ കുറിച്ച് നമ്മള് അതിപ്പോ പലതരത്തിൽ പല കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ കാറ്റിൽ പറഞ്ഞ കണക്ക് വേറൊരു രീതിക്കാണ്. അപ്പൊ ഒരു കാലത്ത് സാറ്റലൈറ്റ് എടുക്കാൻ നമ്മളൊരു 1.25 മണിക്കൂർ സിനിമയാണ് നമ്മുടെ സിനിമയുടെ ദൈർഘ്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ ചില പ്രൊഡക്ഷൻ കൺട്രോളേഴ്സും ചില വിദഗ്ധരും നമ്മളോട് പറയും 1.25 മണിക്കൂർ ആണെങ്കിൽ സാറ്റലൈറ്റ് പോലും കേട്ടോ, സിനിമ 1.25 ആക്കരുത്. അത് അവര് എവിടെയോ 2.5 മണിക്കൂറിൽ അവര് അവരവര് പകുതി കിടക്കുകയാണ് അവരുടെ ഉള്ളിൽ. അതിന് മാറ്റം വരുത്താൻ പറ്റാത്തതിന് അവര് തന്നെ ഉണ്ടാക്കി വിട്ട ചട്ടവട്ടങ്ങളാണ് അതൊക്കെ. അങ്ങനെ തന്നെ ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഈ ചട്ടവട്ടങ്ങൾ അവരുടെ അർത്ഥത്തിന് ചില സംഗീത മനസ്ഥിതി കൊണ്ടുണ്ടാവുന്നതാണ്. അല്ലാതെ ഒരു ബിസിനസ് ഉണ്ടാകുമെന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നില്ല, അറിയില്ല. അതെ, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുകൾക്ക് പോയപ്പോഴാണ് ഈ നമ്മളും ഇതിനെ ഈ നീളം കുറവൊരു നല്ല ലക്ഷണമായി കണ്ടു തുടങ്ങിയത്. നമ്മൾ ക്യൂലൊക്കെ നിൽക്കുമ്പോൾ ഈ സിനിമയുടെ ലെങ്ത് ചോദിച്ചിട്ട് 2.5 മണിക്കൂർ എന്ന് കേൾക്കുമ്പോൾ തിരിഞ്ഞു പോകുന്ന ഓഡിയൻസ് നമ്മൾ അവിടെ കാണുമ്പോഴാണ് 1.5 മണിക്കൂർ സിനിമകൾക്ക് ക്വാളിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇതെന്തോ കുറച്ചതാണെന്ന് നമ്മളും വിചാരിച്ചത്. കാരണം 3 മണിക്കൂറൊക്കെ ഉള്ള സിനിമകൾ കണ്ട് ശീലിച്ചതാണ് നമ്മൾ. അടുത്തതായി കണ്ടേഷൻ എല്ലാവർക്കും നമസ്കാരം. സംവിധായകന്റെ ഒരു പരാതിയാണെന്ന് വിചാരിക്കുന്നില്ല, ഒരു പരിഭവമായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അദ്ദേഹം പരിഭവം പറഞ്ഞതാണ്. ബേസിക്കലി എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് കൂടുതൽ ഹേർട്ടായിട്ടുള്ള ഒരു വിഷയം സെൻസർ ബോർഡ് എന്നതിനെക്കാട്ടിൽ ചിലപ്പോൾ നമുക്ക് കട്ട് പറയാനുള്ള എല്ലാ റൈറ്റ്സും അവർക്കുണ്ട്. പക്ഷെ ഒരു സീൻ ഇന്ന പോലെ ആക്കിയാൽ നന്നായിരിക്കും എന്ന സജഷൻ പറഞ്ഞത് ഒരു ക്രിയേറ്റീവ് പോയിന്റിൽ അത് ഹേർട്ടാണെന്നാണ് എൻ്റെ സംവിധായകൻ എന്ന നിലയിലും എൻ്റെ സുഹൃത്ത് എന്ന നിലയിലും എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ട് സംഭവിച്ചു പോയതാണ്. പക്ഷെ ഞാൻ നമ്മൾ IFFK കാണിച്ചത് കട്ട് ചെയ്ത ശേഷമുള്ളതല്ലേ അല്ലേ? അപ്പൊ ഞാൻ IFFK-യിലാണ് നമ്മുടെ സിനിമ ഫിലിം മാർക്കറ്റിൽ IFFK-യിൽ വെച്ചിട്ടാണ് ഞാൻ സിനിമ കണ്ടത്. എനിക്ക് സിനിമ സന്തോഷമായിട്ടാണ് ഞാൻ കണ്ടത്. അവിടെ കണ്ട ഓഡിയൻസ് ഇരുന്നിട്ടാണ് ഞാൻ സിനിമ കണ്ടത്. എനിക്ക് തോന്നുന്നത് കുഴപ്പമില്ല, എനിക്ക് ഇനിയും സിനിമകൾ ചെയ്യാമല്ലോ. ഇതിൽ വലിയ പരിപാടികളായിട്ട് നമ്മൾ മുമ്പോട്ടേക്ക് പോകണം.
ഏകദേശമായി അങ്ങനെ പറയുമെങ്കിലും പലപ്പോഴും ഈ താരമൂല്യത്തിന്റെ പേരിൽ ഇങ്ങനെ ഇതിപ്പോ കുറച്ചായി കുറെ സിനിമകളായി നല്ല നല്ല താരങ്ങളിൽ മാർക്ക് വാല്യൂ വെച്ചിട്ട് താരങ്ങൾ വരുമ്പോഴേക്കും ഒരു പ്രശ്നമില്ല, എന്ത് വേണേലും കാണിക്കാം. എന്നാൽ ചെറിയ പടങ്ങൾ വരുമ്പോഴേക്കും അല്ലെങ്കിൽ ചെറിയ സിനിമകൾ വരുമ്പോഴേക്കും എന്നാ പിന്നെ ഇങ്ങനെ ആവാം, ഒരു പേരിന്റെ പേരിൽ മാറ്റുക അല്ലെങ്കിൽ ഇന്ന സീനിന്റെ പേരിൽ മാറ്റുക എന്ന് പറയുന്നത് ഒരു ഇപ്പോഴും അത് സിനിമ ഒരു കലയാണ്, ഒരു കലാരൂപമാണ്, ഒരു എന്താ സമൂഹത്തിന്റെ അനീതികളെ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളെ കാണിക്കുന്ന ഒരു കലാരൂപമാണ് സിനിമ. അതുപോലെ ഇങ്ങനെ വേർതിരിവ് കാണിക്കുക എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഒരു കച്ചവട മൈൻഡിലോട്ട് മാർക്കറ്റ് എല്ലായിടത്തും ഇല്ല. നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞ് വിളിക്കണല്ലേ മാധ്യമങ്ങൾ അങ്ങനെയൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട് കാറ്റഗറൈസിംഗ് ഒക്കെ. ഇത് കാറ്റഗറൈസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ചില വലുപ്പ ചെറുപ്പങ്ങളിൽ എവിടെയോ ഉണ്ടാവേണ്ടത് നമ്മുടെ സൊസൈറ്റിയുടെയും കൂടെ ഒരു ഹൈറാർക്കിയാണ്. അല്ല അതിനതിന്റെ ഒരു സ്മൂത്ത്നെസ് ആയിട്ട് കരുതിയാൽ മതി. നമ്മൾ നമ്മുടെ ചെറിയ സിനിമ എന്ന് പറഞ്ഞു തുടങ്ങിയിടത്താണ് എനിക്കൊന്ന് കൂടുതൽ വിഷയം. നമ്മുടെ സിനിമ എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ബേസിക്കലി അതിൽ വിശ്വസിക്കുന്നു. അനുവിന്റെ സിനിമയോട് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ ഞാനൊരു ചെറിയ സിനിമ അഭിനയിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ ഇറങ്ങി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊരു സിനിമ അഭിനയിക്കാൻ വന്നതാണ്. അങ്ങനെ നമുക്ക് അങ്ങനെ കാണാം. നിങ്ങൾ എന്ന് വന്ന പ്രസ് മീറ്റും മലയാളത്തിലേക്ക് 28-ാം തീയതി ഇറങ്ങുന്ന ഒരു സിനിമയുടെ പ്രൊമോഷൻ വന്നു നമുക്കൊക്കെ അങ്ങനെ ചിന്തിച്ചാൽ പ്രശ്നം കഴിഞ്ഞില്ലേ. നമ്മളെക്കുറിച്ച് ചിലപ്പോൾ വിചാരിച്ചോണ്ടെന്നേ ചെറുത് വലുതൊക്കെ നമ്മളങ്ങനെ വിചാരിക്കരുത്. പക്ഷെ ഈ സിനിമയിൽ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. കാരണം അനു എന്ന് പറയുന്ന സംവിധായകനപ്പുറത്തേക്ക് ഞാൻ കണ്ട ഏറ്റവും നല്ല പ്രേക്ഷകൻ. പക്ഷെ ഒരു സിനിമ ആസ്വദിക്കാൻ ഇത്രയും നന്നായി അറിയുന്ന ഒരാൾ എൻ്റെ സുഹൃത്ത് വലയത്തിൽ ഒരുപക്ഷെ ഏറ്റവും നന്നായി സിനിമ ആസ്വദിക്കുന്ന ആൾ എൻ്റെ സംവിധായകനാണ്. അത് ഞാൻ മറ്റൊരു സിനിമയെ കുറിച്ച് പറയാം. വെള്ളിയാഴ്ച ദിവസങ്ങൾ രാവിലെ 4 മണിക്കൊക്കെ ഫാൻ ഷോസ് വന്നാൽ ആ 4 മണിക്ക് പോയി ആദ്യത്തെ സിനിമ കാണുകയും അത് പക്ഷേ വലിയ സിനിമയായിരിക്കാം. അതിനുശേഷം 11 മണിക്കോ 12 മണിക്കോ വന്നിറങ്ങിയ മറ്റ് നമ്മൾ പറയുന്ന ചെറിയ സിനിമ കാണാൻ. അങ്ങനെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാക്സിമം വെള്ളിയാഴ്ച രാത്രി കൊണ്ട് 4-5 സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ 5 സിനിമകൾ കാണുന്ന ഒരു സിനിമ ആസ്വാദകൻ ആണ് ഈ സിനിമയുടെ സംവിധായകൻ എന്നുള്ളതാണ് ഞാൻ ഈ സിനിമയുടെ കാണുന്ന അപ്രോച്ച്. അപ്പോൾ സിനിമയെ കൃത്യമായിട്ട് അറിഞ്ഞിട്ടുള്ള ഒരാളാണ്, അറിയാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. നന്നായിട്ട് ഈ സിനിമയുടെ കഥ കൊണ്ടുപോയിട്ടുണ്ട്. ഒരുപാട് ശ്രമിച്ചാണ് പല പ്രൊഡ്യൂസേഴ്സുമായിട്ട്. പക്ഷെ അത് വർക്കായില്ല. അവൻ്റെ കയ്യിലുള്ളതും അവൻ കൂട്ടിവെച്ചതും ചിലർക്കൊക്കെ മേടിച്ചതും ഒക്കെ വെച്ചിട്ടൊരു സിനിമ ചെയ്തതാണ്. അതുകൊണ്ട് അതിൻ്റെ സെന്റിമെന്റ്സോ അതിൻ്റെ എന്തെങ്കിലും ദാക്ഷിണ്യങ്ങളോ ഈ സിനിമയോട് നമുക്ക് ആവശ്യമുണ്ടെന്നല്ല പറഞ്ഞു വരുന്നത്. നല്ല മനസ്സോടുകൂടി ഈ സിനിമ കാണും, നിങ്ങൾ അത്യാവശ്യം ആസ്വദിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ ഈ സിനിമ കണ്ടത് സാധാരണ നമ്മൾ പ്രൊമോഷൻസിൽ വന്നിരുന്ന പ്രതീക്ഷയോടുകൂടി നമ്മളും കാണാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഒരു സീനിൻ്റെ എക്സ്പീരിയൻസോ പറഞ്ഞു കേട്ടതോ ഡബ് ചെയ്തപ്പോൾ കണ്ടതൊക്കെ വെച്ചിട്ടാണ്. ഈ സിനിമ ഒരു ഭയങ്കരമായ സിനിമയാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ പോസിറ്റീവായിട്ട് നോക്കാം. ഏകദേശം സിനിമകൾ എപ്പോഴും മലയാളികൾക്ക് ഒരു ഹരമാണ്. തിയേറ്ററിൽ ഒരു വെള്ളിയാഴ്ച തിയേറ്ററിൽ നിന്നിട്ട് സിനിമ കാണാനും കൈയടിക്കാനും പോകാനും ആർപ്പ് വിളിക്കാനും മലയാളികൾ എന്നും പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ സിനിമ അങ്ങനെ ഒരു ലോകം മലയാളികൾക്ക് ക്രിയേറ്റ് ചെയ്യപ്പോഴും ജൂൺ 1 തൊട്ട് പണിമുടക്കെന്ന് പറഞ്ഞിട്ട് പ്രൊഡ്യൂസർ ഇറങ്ങാണ്. ഒരു കലാകാരന്റെ മൂല്യം നിശ്ചയിക്കുന്ന ആ കലാകാരനാണ്. അപ്പം അതിനോട് എന്താണ് പറ്റുന്ന പറയാനുള്ളത്? ഒരു അങ്ങനെ കലാകാരന്റെ മൂല്യം കലാകാരൻ മാത്രം നിശ്ചയിക്കുന്ന ഒരു സാഹചര്യത്തിലല്ല നമ്മളുള്ളത് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കലാകാരനെ നിങ്ങൾ ഇറങ്ങുന്ന ദിവസം റേറ്റ് ചെയ്യില്ലല്ലോ. അങ്ങനെ റേറ്റ് ചെയ്യപ്പെടുന്നില്ലേ? അയാൾ ഇന്നതിൽ നന്നായി, ഇന്നതിൽ മോശമായി, ഇന്നതിൽ ഗംഭീരമാക്കി എന്ന് പറയുന്ന ആ റേറ്റിംഗെ ബേസ് ചെയ്താണ് അയാൾ അടുത്ത പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അയാളുടെ എല്ലാ സംസാരങ്ങളും, അയാളുടെ എല്ലാ മറ്റുള്ള സാഹചര്യങ്ങളും തീർച്ചയായിട്ടും റേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഏത് കാര്യവും. അങ്ങനെ റേറ്റ് ചെയ്യപ്പെടുന്നിടത്ത് അയാളുടെ പോയിന്റ് ഡിമാൻഡ് ചെയ്യും. തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ടാണ് ജൂൺ 1 മുതൽ സമരമാണ് എന്ന് പറയുന്നത്. കാരണം ഇങ്ങനൊരു മേഖല ഉണ്ടെങ്കിൽ മാത്രം ജീവിച്ചു പോകുന്ന ഒരു 10,000-ഓളം ഫാമിലി കേരളത്തിലുണ്ട്. അതിവിടെ ഉണ്ടാവേണ്ടത് അതില്ലെങ്കിൽ ചിലപ്പോൾ കേരളം മുമ്പോട്ട് പോയിരിക്കും. പക്ഷെ ഞാൻ കുറച്ചുകൂടെ അതിനെ എക്കണോമിക്കലി കാണുന്നത്, ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ഷൂട്ടിംഗ് നടക്കുന്നെങ്കിൽ തിരുവനന്തപുരത്തുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ഹോട്ടലുകൾ 1 മാസത്തേക്ക് നമ്മൾ എടുക്കുന്നുണ്ട്. അവിടേക്ക് ആ ഫണ്ട് റോൾ ചെയ്യപ്പെടുന്നുണ്ട്. അത്യാവശ്യം അവിടുന്ന് അവിടുത്തെ പെട്രോൾ പമ്പുകളിൽ നമ്മൾ പമ്പിൽ ഡീസൽ അടിക്കുന്നുണ്ട്, അവിടുത്തെ വെജിറ്റബിൾസുകൾ മേടിക്കുന്നുണ്ട്. അവിടുത്തെ എല്ലാ ക്യാമറ ലെൻസും കുറച്ച് കോസ്റ്റ്യൂംസും മാത്രമാണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുക. ബാക്കിയെല്ലാം നമ്മൾ ആ സ്ഥലത്ത് നിന്നാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇത് കേരളത്തിന്റെ പല ഭാഗത്ത് 150ഓളം സിനിമകളൊക്കെ വരെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ 150ഓളം സിനിമകളുടെ ഒരു 60 to അല്ലെങ്കിൽ ഒരു 50 to 60% എക്കണോമിക്സ് എന്ന് പറയുന്നത് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ ഇത് കാര്യങ്ങൾ മാത്രം മേടിച്ചുകൊണ്ട് വീട്ടിൽ പോയി എന്നൊക്കെ പറയുന്നുണ്ട് ഒരു സൈഡിലും. ഇത് ബേസിക്കലി ഈ നിങ്ങൾ ഈ ഇറങ്ങി വരുന്ന ആഡംബരക്കാരന്റെ വിഷ്വൽ കാണിക്കുന്നതൊന്നും കൂടി സംഭവിക്കുന്നതാണ് കുറച്ച്.
എന്നൊരു പേഴ്സണൽ റിക്വസ്റ്റ് എനിക്കുണ്ട്. കാരണം ആറന്മുളക്കാരിൽ വരുന്ന ഒരു 10 പേരെ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. അമ്മ എന്ന് പറഞ്ഞ സംഘടന 500 പേരെ ആൾക്കാരുണ്ട്. ഇതില് നിങ്ങൾക്ക് ഒരു 15 കാരെ കൂടുതൽ കാണിക്കാൻ പറ്റില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അപ്പോൾ യൂബറിൽ വന്ന് ഇറങ്ങുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കാത്തതാണ്, പക്ഷെ അവര് കലാകാരന്മാരാണ്, അവരും സിനിമയ്ക്ക് വേണ്ടി നിൽക്കുന്നവരാണെന്നുള്ളൊരു ബഹുമാനം നമ്മൾ കൊടുക്കാന്നുള്ളതേ ഉള്ളൂ. സിനിമ ഉണ്ടാവട്ടെ, കാരണം നമുക്ക് എളുപ്പമാണ് ഇൻഡസ്ട്രിയിൽ നമുക്ക് സമരം വെച്ചോളൂ, അല്ലെങ്കിൽ ഇത് ശരിയായ രീതി ശരിയാവുള്ളൂ. അങ്ങനെ ശരിയായാൽ കുഴപ്പമില്ലാത്ത ഒരു 15-20 പേരുള്ളൂ, ബാക്കി എല്ലാവരും കുഴപ്പത്തിലേക്ക് തന്നെ പോവാം. അപ്പോൾ പ്രൊഡ്യൂസർ താരങ്ങൾ വില കുറച്ചാലേ ഇനി മുന്നോട്ട് പോകൂ, അല്ലെ ടെക്നിക്കൽ ആളുകളും മേടിക്കുന്ന റെമ്യൂണറേഷൻ കുറച്ചാലേ മുന്നോട്ട് പോകൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ചോദിച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ ഇത്രയും പേരല്ലേ ഉള്ളൂ. അവിടെ വേറെ വിളിച്ചിരുത്തി നമുക്ക് ഒരു മ്യൂച്വൽ സ്പേസിൽ ഒന്ന് സംസാരിച്ചാൽ കുറച്ചുകൂടെ നല്ലതല്ലേ? അങ്ങനെ ഒരു ചർച്ചയല്ലേ നമുക്ക് കുറച്ചുകൂടെ. കാരണം അവരിപ്പോ പറയുന്നത് നാദനില്ല കളരി എന്നാണ് അമ്മയെ അഭിസംബോധന ചെയ്തത് തന്നെ. അതിനെതിരെ കത്ത് കൊടുത്തിട്ടുണ്ട്, എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ട്. ശരിക്കും അങ്ങനെ ഒരു ഫീലിംഗ്, അമ്മ എന്ന് പറയുന്ന അതൊരു വലിയൊരു സംഘടനയാണ്. രണ്ട് മലയാള സിനിമയുടെ 2 നെടുന്തൂണുകളുള്ള ഒരു വലിയൊരു സംഘടന. അങ്ങനെയുള്ള സംഘടന പോലും അങ്ങനെ വിളിക്കുന്നത് തന്നെ ഒരു തെറ്റായിട്ട് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു നാദനില്ല കളരി എന്ന് പറഞ്ഞത് ഇപ്പൊ ഒരു അഡ്ഹോക് കമ്മിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് ആ സെൻസ് പറയാനാണ് സാധ്യതയുള്ളൂ. അല്ലാതെ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഡെയിലി അമ്മ എന്ന് പറയുന്ന സംഘടനയിലെ ആൾക്കാരുമായിട്ട് റിലേറ്റ് ചെയ്തവർ, ഇവരൊക്കെ ഒരുമിച്ച് വന്നവരാ. ഇവരൊക്കെ അസോസിയേഷൻസ് ഉണ്ടാക്കിയത് പോലും അവരുടെ ചെറുപ്പത്തിൽ അവർ കണ്ട സ്വപ്നങ്ങളിലൂടെയാണ്. കാരണം ഇവരെല്ലാം ഏറ്റവും മിനിമം ഒരു 40 വർഷം 30 വർഷം സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ്. അപ്പൊ അവര് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ സത്യം നിങ്ങൾക്ക് അറിയാലോ, ഒരു സിറ്റുവേഷൻ വൈസ് നമുക്കിപ്പോൾ പ്രോപ്പറായ ഒരു കമ്മിറ്റി ഇല്ല. നമുക്കൊരു അഡ്ഹോക് കമ്മിറ്റിയാണ് അമ്മേനെ ഹെഡ് ചെയ്യുന്നത്. എന്നിട്ടും ഇത്രയും നല്ലൊരു കുടുംബസംഗമം നമ്മൾ നടത്തി എന്ന് പറയുന്ന ഒരു ട്രാക്ക് റെക്കോർഡ് നമ്മുടെ ജാനുവരിയിലുണ്ട്. ഇതൊക്കെ അപ്പൊ ചെയ്തവർക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ്, നിങ്ങളെന്താ അങ്ങനെ പറഞ്ഞത്, അങ്ങനത്തെ ഒരു ഫീലിംഗ്. ഇതിനകത്ത് പ്രൊഡ്യൂസർ അസോസിയേഷനിലെ ആൾക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത്, അവിടെ ഇരിക്കുന്ന ആൾക്കാർ വീട് നഷ്ടപ്പെട്ട കൊണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ആ ഇൻവെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ പേരിൽ തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റാത്ത, തിരിച്ച് ബിസിനസ് ചെയ്യാൻ പറ്റാത്ത, തിരിച്ച് വീട്ടിൽ ചെന്ന് അച്ഛനോ അമ്മയോ അല്ല സഹോദരനോ ഭാര്യയോ കുട്ടികളോ മുമ്പിൽ നേരെ നിൽക്കാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരെ കണ്ടതിന്റെ ഒരു ഇമ്പാക്റ്റിലായിരിക്കും ചിലപ്പം അതിന്റെ ഒഫീഷ്യൽസ് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആൾക്കാരുടെ ഫീലിംഗിൽ നിന്ന് ചിലപ്പോൾ ഒരു റെസ്പോൺസ് ഇച്ചിരി ഹൈറ്റ് ആയിട്ട് പോയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. കാരണം അവരുടെ വിഷയങ്ങൾ എന്ന് പറയുന്നത് നമ്പറാണ്, നമ്മളുടെ വിഷയം ക്രിയേറ്റീവ് പോയിന്റും മെന്റൽ സാറ്റിസ്ഫാക്ഷനും ഒക്കെയാണ്. പക്ഷെ നമ്പർ ഈസ് ഹയർ ദാൻ സബ്ടൈം എന്ന് പറയുന്ന ഒരു പോയിന്റില്ല. അത് നമ്മൾ കണ്ടില്ലെന്ന് എനിക്കരുത്. നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് പലരും പ്രൊഡ്യൂസേഴ്സ്, പലരും NRIs ഉള്ള ആൾക്കാരൊക്കെ വന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു പോയി സ്വന്തം ബിസിനസ് ചെയ്ത ആൾക്കാർ, പല സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരെ നമുക്കറിയാം. ആ ഫിഗേഴ്സിന്റെ റിഫ്ലക്ഷൻ അവിടെ പോയിട്ടാണ് അവർ പറഞ്ഞിട്ടുണ്ടാവും പ്രൊഡ്യൂസർ അസോസിയേഷൻ. ബിക്കോസ് അവർ മെമ്പേഴ്സാണ്. അവിടെ ഏതാണ്ട് എനിക്കൊന്ന് 1 ലക്ഷം രൂപയ്ക്ക് മേലെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇത് വെച്ചിട്ടാണ് അവർ മെമ്പർഷിപ്പ് എടുക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ സിനിമ തുടങ്ങുന്നത്. അപ്പൊ അവരോട് പോയി പറയാനാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറ്റിപ്പോയി എന്ന് പറയുമ്പോൾ നമ്മുടെ ചേട്ടന്മാരല്ലേ, അവര് ചിലപ്പോൾ ചൂടായിട്ടുണ്ടാവുന്നേ. കണ്ടാൽ പോരെ എന്തോരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കണം എല്ലാവരും. വീണ്ടും ഇതൊക്കെ തന്നെ സംഭവിക്കണില്ലേ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയിട്ടും ഒരു കൊറോണയ്ക്ക് വന്നപ്പോൾ അത്യാവശ്യം കൂടാന്നില്ലേ? അങ്ങനെ ഉണ്ടാവും. സിനിമ മുന്നോട്ട് തന്നെ പോകും. സിനിമ മുമ്പോട്ട് പോയാൽ പറ്റുള്ളൂ. കാരണം കലാപരമായ പ്രവർത്തനങ്ങളില്ലാതെ ഒരു സാമൂഹിക വ്യവസ്ഥ മുമ്പോട്ട് പോയിട്ടില്ല, ഒരു ആർട്ട് ഫോം ഇല്ലാതെ. അപ്പോൾ നമ്മളിതിനെ ടു കൊമേഴ്ഷ്യൽ ആക്കുന്നതാണ് ഒരു പരിധിയൊരു പ്രശ്നം എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. അല്ല, ഒരു കാര്യം ഇപ്പൊ ഒരു സിനിമയുടെ പേരിലാണ് ഒരു വിവാദം ഉണ്ടായത്. ഒരു ചിത്രത്തിന് വേണ്ടി 1 കോടി രൂപ കോസ്റ്റായി. അത് ശരിക്കും ആർട്ടിസ്റ്റ് കോസ്റ്റാണോ? താരങ്ങളുടെ പ്രതിഫലത്തിന്റെ പേരും കൊണ്ടാണ് ആ പടത്തിന് 20 കോടി ആയെന്ന് എനിക്കറിയാൻ പറ്റില്ല. താരത്തിന്റെ പ്രതിഫലമാണോ? അല്ല, ഒരിക്കലും അല്ല. എന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് തന്നെ കൂടിയതാണ്. ഷൂട്ടിംഗ് ഡേയ്സ് കൂടുകയും അതിന്റെ കഥയിൽ വന്ന മാറ്റങ്ങളുമാണ് അത് അങ്ങനെ എക്സ്റ്റെൻഡ് ആയി പോയത് എന്നാണ് അറിയപ്പെടുന്നത്. സെൻസർ ബോർഡിന്റെ ഒരു കാര്യം അന്നോയുടെ പറഞ്ഞത്, ഇപ്പൊ സെൻസർ ബോർഡിന് കട്ട്സ് നിർദ്ദേശിക്കാനുള്ള അധികാരം അവർക്കുണ്ട്. പക്ഷെ അത് യൂഷ്വലി എന്തെങ്കിലും ഒരു സെൻസിറ്റീവ് വിഷയം വരുമ്പോഴാണ്, ഇപ്പൊ എന്തെങ്കിലും ഒരു റിലീജിയസ് ആസ്പെക്റ്റിലോ അങ്ങനെ മറ്റൊരു കാര്യം പറഞ്ഞാൽ വലിയൊരു പ്രോബ്ലം ആകുമെന്ന് വിചാരിച്ചതാണ് സാറിന് പറയാം. എങ്ങനെ ഞങ്ങള് അഭിനയിച്ചത് കൊണ്ട് നമുക്ക് ഏകദേശം അറിയില്ല എത്രത്തോളം വയലൻസ് ഉണ്ടെന്ന്. അങ്ങനെ ഒരു അൺടോളറബിൾ ടേംസ് ഓഫ് വയലൻസ് ഇതിലില്ല. എങ്കിലും ആ കട്ട് പറഞ്ഞതിന്റെ വിഷമമാണ് ഞങ്ങൾക്കുള്ളത്. അത് ശരിയാണോ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ചോദ്യം. കൂടാതെ കുറച്ച് കട്ട്സ് നിർദ്ദേശിക്കുമ്പോൾ പ്രോബ്ലം എന്താണെന്നറിയാലോ, ടെക്നിക്കലി നമ്മൾ പലവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്ക് അത്ര അറിയില്ല. അതിനൊരു എക്സ്ട്രാ കോസ്റ്റ് വരുന്നുണ്ട്. സോ അത് നമ്മൾ വല്ലാതെ കോസ്റ്റും
ടൈം നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മൾ റിലീസ് നിശ്ചയിച്ചിട്ടാണ് പലപ്പോഴും സെൻസർ എന്ന് പറയുന്നത് അതിന്റെ ലാസ്റ്റ് ഘട്ടമായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതിനെ എല്ലാം ബാധിച്ചു. പിന്നെയും നമുക്ക് ഇപ്പൊ പ്രത്യേകിച്ചും ഇത്രയും ഓരോ ആഴ്ചയും 4-5 സിനിമകൾ വരുന്ന ഒരു സമയത്ത് പിന്നീട് വരുമ്പോൾ നോക്കുമ്പോൾ വലിയ സിനിമകളാണ് വരുന്നത്. ഓരോ കാരണങ്ങൾ കൊണ്ട് നീണ്ടു ഒരു 3 മാസം പോകുക എന്നൊക്കെ പറയുന്നത് മറ്റു തരത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ആക്ടേഴ്സിന്റെ പ്രതിഫലം കുറിച്ച് പറയുമ്പോൾ ഈ സിനിമയിൽ എന്റെ ആക്ടേഴ്സായ കൈലാശും, പ്രശാന്ത് അലക്സാണ്ടറും, ജയശങ്കറും, ഷെയ്ൻ സിദ്ദിഖും എല്ലാവരും എല്ലാവരും പ്രതിഫലം വളരെ ഒരു പേരിന് വേണ്ടി ഒരു സ്നേഹ സമ്മാനം മാത്രം വാങ്ങി അറിയിച്ചിട്ടുള്ളവരാണ്. ആരും പ്രതിഫലത്തിന് വേണ്ടി കടപ്പെടുത്തം പിടിച്ചവരല്ല. ഒരു സിനിമ കണ്ടന്റ് അവർക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ അതിന്റെ കൂടെ നിൽക്കുകയായിരുന്നു, സൗഹൃദത്തിന്റെ പേരിൽ കൂടെ നിൽക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെയും കാര്യങ്ങൾ നടക്കുന്നുണ്ട് സിനിമയിൽ. എവിടെയെങ്കിലും ഈ പുതിയ പ്രൊഡ്യൂസേഴ്സ്, ഇപ്പൊ ഞാനൊരു പ്രൊഡ്യൂസർ കൂടി ആയ ഈ സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ പുതിയ പ്രൊഡ്യൂസേഴ്സ് എവിടെന്നെങ്കിലും കാറ്റിൽ വന്ന് ഒരു നടനെ വേണമെന്ന് തോന്നുമ്പോൾ അയാൾ പറയുന്ന എത്രയാണോ ഇരട്ടി പ്രതിഫലം പോലും കൊടുത്ത് അയാളെ കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്ന രീതി കൂടി കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്നത്. അതിപ്പോ സുരേഷ് കുമാർ സാറിനെയൊക്കെ പോലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ സിനിമ എടുക്കുമ്പോൾ അവരതിന് നിർണ്ണയിക്കുന്ന പ്രൈസ് ഈ നടന് ഇത്ര രൂപ കൊടുത്താൽ മതി, ഇയാളുടെ മാർക്കറ്റ് പ്രൈസ് എന്നത് തീരുമാനിക്കുകയും അതിന് വിരുദ്ധമായി അപ്പുറത്ത് മറ്റൊരു പുതിയ പ്രൊഡ്യൂസർ വന്ന് അയാളെ തന്നെ 6 ദിവസങ്ങളിൽ വേറൊരു വലിയ തുകയ്ക്ക് ഇത് ഈ ചെയ്യുന്ന രീതിക്കൊക്കെ കൊണ്ടായിരിക്കാം അതങ്ങനെ പറയാനിടയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ലേഡീസിനെ ഉപദ്രവിക്കുന്നു, അവിടെ ഇത് ശരിക്കും ഞങ്ങൾ ഈ ചിത്രത്തിൽ ആരെയും ഉപദ്രവിച്ചിട്ടില്ല എന്ന് എഴുതി കാണിച്ചാൽ മതി. ആനിമൽസിനെ ഉപദ്രവിക്കുന്നില്ല. ഞങ്ങൾ ഉപദ്രവിച്ച 2 സ്ത്രീകളാണ് ഉപയോഗിക്കുന്നത്. ഇവരെ നമ്മൾ ശരിക്കും ഉപദ്രവിച്ചിട്ടില്ല. ട്വിങ്കിളും അതിഥി മാത്രമാണ് ഞങ്ങളുടെ കഥാപാത്രങ്ങളെ നന്നായി ചെയ്തിട്ടുള്ളത്. ശരിക്കും നമ്മളൊരു യൂഷ്വൽ ഹീറോയിൻസ് ആസ്പെക്ടിലല്ല ഇവരെ തിരഞ്ഞെടുത്തിട്ടുള്ളത് പോലും. അപ്പോ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഹീറോയിൻ ഇവരാണോ ഹീറോയിൻ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു യൂഷ്വൽ ഹീറോയിൻ ആസ്പെക്ട് അല്ല, അങ്ങനത്തെ ഒരു സങ്കല്പത്തിലല്ല ഞങ്ങൾ ഇവരെ തിരഞ്ഞെടുത്ത് പോലും. അവരെ പെർഫോമൻസ് അവര് മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ഒരുപാട് ഹാർഡ് ടിങ്കിളിന്റെ ഒക്കെ ക്യാരക്ടറിന് അങ്ങനത്തെ ഒരു ഷെയ്ഡ് ഉണ്ട്. ടിങ്കിള് അതിനുവേണ്ടി ഒരുപാട് എന്താ പറയുന്നത് നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട്. കാരണം ഈ വലിയ ക്രൂ മെമ്പേഴ്സ് ഒന്നും ഇല്ലാത്തൊരു സിനിമയിൽ ചില ഇത്തരം കാര്യങ്ങൾ ചിത്രീകരിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊരു ആർട്ടിസ്റ്റിന്റെ സഹകരണം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയൊക്കെ അവരൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഇതിനെല്ലാം വിഷയത്തിന് കാരണക്കാരനായ ആളിവിടെ ഇരിപ്പുണ്ട്, അഖിൽ പ്രഭാകരൻ. ഞാൻ അയാളോട് പറഞ്ഞതാണ് ഒരു പരിവേഗത്തിലൊക്കെ കിട്ടി ചവിട്ടാൻ, പക്ഷെ അയാളത് ചെയ്തിട്ടില്ല. അയാളത് കൂടുതലായിട്ട് തന്നെ ചെയ്ത് കളഞ്ഞു. പിന്നെ ഹിസാൻ നമ്മുടെ കൂടെ അഭിനയിച്ച ആർട്ടിസ്റ്റാണ്, അദ്ദേഹവും നന്നായി ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റുകളും ഞങ്ങളോട് സഹകരിച്ചതിന്റെ പുറത്ത് ആ സിനിമ നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ചെയ്തെടുക്കാൻ കഴിയും. പിന്നീട് നമുക്ക് അതിനുശേഷം വന്ന ട്രബിൾ ഒന്ന് നീണ്ടുപോകുന്നതിന്റെ ഒരു വിഷമം, ഒരുപക്ഷെ നമുക്കിത് നാഷണൽ കമ്മിറ്റിയിലൊക്കെ പോയി ഈ സിനിമ വീണ്ടും പ്രദർശിപ്പിച്ച് വീണ്ടും ക്യാഷ് ഇലവാക്കി ഈ അപ്രൂവലൊക്കെ നേടിയെടുത്തിട്ട് വരാമായിരുന്നു. പക്ഷെ അത് എത്രത്തോളം ആ സാങ്കേതികതയിലേക്ക് പോകാനുള്ള അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി. അപ്പൊ ആ അവസ്ഥ കൊണ്ട് ഇത് നമുക്ക് ഒന്ന് ഒതുക്കി വെക്കേണ്ടി വന്നു. അപ്പൊ നമ്മൾ ഈ സമയത്തോ എപ്പോഴായാലും ഇത് പറയപ്പെടുന്നതാണെന്നുള്ളതുകൊണ്ടൊന്ന് പറയുന്നത് മാത്രം. 2 നീതി എന്ന് പറയുന്ന കാര്യം നടപ്പിലായിട്ടുള്ളതായി സംശയിക്കുന്നതിന്റെ പേരിലും എന്നോട് ഇത്തരം ഒരു ക്രിയേറ്റീവ് പാർട്ടി നിർദ്ദേശം കൊടുത്തതിന്റെ പേരിലും മാത്രം പറയുന്നതാണ്. ഇതൊരു വലിയ പരാതിയായിട്ടോ നാളെ ഇതിങ്ങനെയൊക്കെ സംഭവിക്കും, ഇവിടെ കൊടിയ പാവങ്ങൾ നടക്കുന്നതല്ല. പക്ഷെ 2 നീതി നടപ്പിലായി എന്ന് തോന്നിയത് കൊണ്ടും അതിനുശേഷമാണ് ഈ പറഞ്ഞ പ്രസ്തുത ചിത്രമൊക്കെ റിലീസായതും അതിന്റെ വയലൻസിന്റെ ഏരിയയെ ഇത്രയധികം കൊണ്ടാടപ്പെടുകയും അത് പ്രേക്ഷകർ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തപ്പോ നമുക്ക് എന്തിനായിരുന്നു ഈ രീതി എന്ന് തോന്നിയത്. അതിനുശേഷം കൂടിയാണ് കേട്ടോ അത് ഇപ്പൊ പറയുന്നത്. അതിനുശേഷമാണ് എന്റെ പടത്തിന്റെ സെൻസറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആ സിനിമ ഞാൻ കാണാനായിട്ട് വരുമ്പോൾ ആ സിനിമ റിലീസായത്. അപ്പോ കില്ലായിരുന്നു ഉണ്ടായിരുന്നു തോന്നുന്നു. പക്ഷെ അതോടുകൂടിയാണ് ഇപ്പൊ ഇത് പറയുന്നത്. ഇതിനു മുമ്പ് ഇറങ്ങിയ മറ്റ് ചിത്രങ്ങളിലൊക്കെ അത്യാവശ്യം ആക്ഷൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതിനെയൊക്കെ അപേക്ഷിച്ച് ഇതിനകത്ത് ഈ ഒരു വിവാദവും പരമായിട്ടുള്ള ഒരു ആക്ഷേപം ഉന്നയിക്കുന്നു. അപ്പൊ അതിലും കൂടുതലായിട്ട് എന്തൊക്കെ ചെയ്തു ഈ സിനിമയിൽ? ഞാൻ ആദ്യമായിട്ടുള്ളൊരു നെഗറ്റീവ് ഷെയ്ഡുള്ളൊരു കഥാപാത്രം ചെയ്യുന്നത്. പിന്നെ നിർഭാഗ്യവശാൽ എന്റെ സീൻസാണ് ഭൂരിഭാഗവും കട്ടായി പോയിട്ടുള്ളത് ഈ സെൻസർ. അപ്പൊ ഞാനും ചേട്ടനും കൂടിയാണ് മാർക്കോ കണ്ട് ഇറങ്ങുമ്പോ എനിക്ക് വയലൻസ് ആയിട്ടുള്ള സിനിമകൾ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിൽ തന്നെയാണ്. പക്ഷെ മാർക്കോ സിനിമ കണ്ടു കഴിഞ്ഞ് നമ്മുടെ മനസ്സിൽ ഫുള്ളും എന്തുകൊണ്ട് നമ്മുടെ ഈ സീൻസ് ഇവരിങ്ങനെ കട്ട് ചെയ്തു എന്നുള്ളത്. അപ്പൊ അന്ന് സെൻസർ ബോർഡ് കട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചത് സ്ത്രീകളോടുള്ള ഈ അതിക്രമം കാരണം അങ്ങനത്തെ എന്തെങ്കിലും ക്ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ മാർക്കോലൊക്കെ കാണിക്കുന്നത് സ്ത്രീകൾ പോട്ടെ കുട്ടികളോടൊക്കെ ഗർഭിണിയായ പെണ്ണിന്റെ വയറ്റത്തിട്ടിടിച്ചിട്ടാണ് കൊച്ചിനെ എടുത്തുകൊണ്ട് വരുന്നത്.
അപ്പോൾ അതൊക്കെ അപേക്ഷിച്ച് നമ്മുടെ ഇതില് ഒന്നും പറയാനില്ല, അങ്ങനത്തെ ഒരു രീതിയിലുള്ള വയലൻസേ ഇല്ല. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഇതിനകത്ത് അഭിനയിച്ച കാരണക്കാരായിട്ട് വരാൻ നിങ്ങളാണ്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഈ ഒരു വിഷയത്തിൽ? ഇതില് ഒരു ഡയറക്ടർ ഒരു പടം എടുക്കുന്ന സമയത്ത് പുള്ളിക്ക് കുറെ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. ഈ ആളെ കഥ എങ്ങനെയായിരിക്കണം, പ്രേക്ഷകരിലേക്ക് അത് എങ്ങനെ എത്തണം, ഔട്ട്പുട്ട് എങ്ങനെയാവണം എന്നൊക്കെ. അപ്പൊ അതിന്റെ ഒരു കോംപ്രമൈസ് ആണ് ഇപ്പൊ നല്ലം സാറ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അതിൽ തന്നെ ബാക്കിയുള്ള ഞങ്ങൾ ഉൾപ്പെടെ ആക്ടേഴ്സും പിന്നെ ഉണ്ടായിട്ടുള്ള സമയനഷ്ടങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇട്ട എഫേർട്ടിന്റെ ഒരു ഫുള്ളായിട്ട് അതവിടെ കാണിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതും പിന്നെ സാറിന്റെ ആ ഒരു വിഷമം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിഷമമാണ്. ഞങ്ങൾ എല്ലാവരും അതിലൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഇപ്പൊ ഒരുപാട് സീന് കട്ടായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അത്രത്തോളം അവന്റെ ക്രൂവൽ ഫേസ് കാണിക്കാൻ പറ്റാതായി പോയി. ചിലപ്പോ അവന് ഒരു വില്ലൻ ഇമേജിന്റെ അത്രയും പീക്ക് ആയിരിക്കും ചിലപ്പോ കട്ടായിട്ടുണ്ടാവും. ചേട്ടൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ സ്ത്രീകൾക്കെതിരെയുള്ള അല്ലെങ്കിൽ ആക്രമണങ്ങൾ അല്ലെങ്കിൽ അനീതി എന്ന് നമ്മൾ പറയുമ്പോൾ ആ അനീതി എന്താണെന്ന് കാണിച്ചാലാണ് അത് ചെയ്യാൻ പാടില്ല അല്ലെ അതിനെതിരെ നമ്മൾ എങ്ങനെ ചെയ്യണമെന്നൊക്കെ ഉള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഫിലിം എന്ന് പറയുന്നത് ഇത്ര വലിയൊരു സാധ്യതയാണ്. അപ്പോൾ അതിനെ അനുചേട്ടൻ യൂസ് ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ ആ കഥയുടെ ഭാഗമായിട്ട് അതിനാവശ്യമായിട്ടുള്ളത് കൊണ്ട് അത് ചെയ്തു എന്നുള്ളതാണ്. അപ്പം അനുചേട്ടൻ അതൊരു വിഷമമായിട്ട് പറയുമ്പോൾ പോലും ഈ IFFK ഫിലിം മാർക്കറ്റിൽ ഇത്ര നല്ല റിവ്യൂസ് കിട്ടിയപ്പോൾ ഞാൻ അറിഞ്ഞതനുസരിച്ച് എനിക്കൊന്നും പോകാൻ സാധിച്ചില്ല. പക്ഷെ ഇവരെല്ലാം പോയപ്പോഴും അവിടെ നിറച്ച് ആ സ്ക്രീനിങ് നടത്തിയ ആ ഒരു പ്ലേസ് നിറച്ച ആളുകളുണ്ടായിരുന്നു. അവരെല്ലാം ഫിലിം തീരുന്നതും വരെ ഇരുന്ന് കാണുകയും അത് കഴിഞ്ഞ് ക്ലാപ്സോടുകൂടി അവരുടെ പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ അറിയിച്ചപ്പോൾ അതിൽ നിന്നുണ്ടായ ഒരു സന്തോഷം ഈ ടീമിന് ഫുൾ ഇതിൽ ഉണ്ടായ മറ്റു പ്രശ്നങ്ങളെക്കാൾ ഉപരി ഞങ്ങൾക്കെല്ലാം വളരെ എനർജി തന്നൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ റിവ്യൂസ് പറയണം. നല്ലതെന്ന് തോന്നുവാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കണം. ഇത്ര നല്ലൊരു ഡയറക്ടറിനെ ചെറിയൊരു ബഡ്ജറ്റിൽ ഇങ്ങനെ നല്ലൊരു തീം പ്രസന്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഇനി നല്ല നല്ല പ്രോജക്റ്റുകളുമായിട്ട് അദ്ദേഹത്തിന് മുന്നോട്ട് വരണമെങ്കിൽ നമ്മളെല്ലാവരും ചേർന്ന് സപ്പോർട്ട് ചെയ്തേ പറ്റും. അയാളുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ലേ? ഇവിടുത്തെ ആരാണ് അദ്ദേഹത്തിന്റെ അതിന്റെ തലപ്പത്തിരിക്കുന്ന ആള് അദ്ദേഹം തന്നെയാണ്. അതെ സത്യം. അതിന്റെ തലപ്പത്തിരിക്കുന്ന ആള് അദ്ദേഹം തന്നെയാണ് ഡയലോഗ് പറഞ്ഞത്. ഇന്നിപ്പോ കേരളത്തിൽ ചർച്ചയായിട്ടുള്ള ലഹരി ഉപയോഗം കൂടുതലായിട്ട് ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഈ സിനിമയിൽ ലഹരി ഉപയോഗത്തെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ലഹരി ഉപയോഗിക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നതായി കാണിക്കുന്നുണ്ട്. പക്ഷെ അത് ഗ്ലോറിഫൈ ചെയ്യുന്നില്ല. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടായിരിക്കാം നമ്മുടെ ക്രൈം ഉണ്ടാവുന്നതും ഒക്കെ. അപ്പൊ അത്തരത്തിൽ ഗ്ലോറിഫൈ ചെയ്യാത്ത സിനിമ തന്നെയാണ്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആൾ അതിന്റെ ഒരു പാപം അർഹിക്കുന്നു എന്നുള്ള തരത്തിലുള്ള സിനിമ തന്നെയാണ്. കുറച്ച് ദിവസങ്ങൾ ഞങ്ങൾ ആദ്യം ഈ ഇത്തരം കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അതെങ്ങനെ ചെയ്യണമെന്നുള്ള തീരുമാനത്തിലും കൂടെ നീണ്ടുപോയതാണ്. ഇപ്പൊ വിത്തിൻ 5 days അത് ഇറങ്ങുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിനിമ റിലീസ് ആകുന്നതാണ് പ്രേക്ഷകരിലേക്ക് ഫെബ്രുവരി 28. നിങ്ങൾ മഹത്തായ ഒരു സിനിമ എന്ന് പ്രതീക്ഷിക്കുന്നത് ഇതിലേക്ക് പറഞ്ഞിട്ട്. പക്ഷെ ഒരു ചെറിയ സിനിമയാണ്. നമ്മളെല്ലാം കൂടെ ചേർന്ന് ശ്രമിച്ച് അതൊരു കണ്ടന്റ് പറയുന്ന സിനിമയാണ്. അത് കണ്ടന്റ് അത്യാവശ്യം നന്നായി പറഞ്ഞു വന്നു എന്ന് ബോധ്യപ്പെടുന്ന രീതിക്ക് പ്രേക്ഷകർ പറയുകയും ചെയ്തപ്പോൾ കോൺഫിഡൻസും ഒക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഇത് നഷ്ടം സംഭവിച്ചതായി ഫീൽ ചെയ്തുകൊണ്ട് അതൊന്ന് പ്രസന്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും സിനിമ വലിയൊരു വിജയമായി മാറട്ടെ. നിങ്ങളുടെ എഫേർട്ടിന് എന്തായാലും റിസൾട്ട് നിങ്ങൾക്ക് കിട്ടട്ടെ. അപ്പോൾ എന്തായാലും ഓരോ സിനിമകൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ സ്വപ്നമാണ്. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യത്തെ ഞങ്ങൾ ആശംസിക്കുന്നു. നമ്മുടെ ജയശങ്കരേട്ടനെ പോലൊരാളെയൊക്കെ ഹീറോ ആയിട്ട് മുന്നോട്ട് വയ്ക്കുന്നതും ഒക്കെ അത്തരത്തിലാണ്. ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് തന്നെ ചിന്തിച്ചതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത്തരം കാര്യങ്ങളെല്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. ജയശങ്കരേട്ടൻ ആദ്യമോട് ഞാനാണോ ഹീറോ എന്ന് ചോദിച്ചു. ഞാൻ ശരിക്കും ഈ സിനിമയിൽ 4-5 പ്രധാന കഥാപാത്രങ്ങൾ ഒരുപോലെ ഉണ്ട്. പക്ഷെ ജയശങ്കരേട്ടന്റെ കഥാപാത്രമാണ് ഒരു പോയിന്റിൽ ഹീറോ. ബാങ്ക് ഓഫ് എ കോമൺ മാൻ എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തിയിലേക്ക് അത് എഴുതിയിരിക്കും ഒരു ഘട്ടത്തിൽ. അത്രയേ ഉള്ളൂ. അപ്പൊ എന്തായാലും അത്തരം കാര്യങ്ങളിൽ നമ്മൾ നായികമാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും എല്ലാം മാത്രം ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് കൺസെപ്ഷൻ ശ്രമിച്ചിട്ടുണ്ട്. സിനിമയുടെ നോൺ ലീനിയർ ഈ കഥാരീതിയാണ്. സിനിമ അവസാനം വരെ കാത്തിരുന്നാൽ തന്നെയാണ് അതിന്റെ സസ്പെൻസുകൾ എന്താണെന്നുള്ളത് വ്യക്തമാവുള്ളൂ. അപ്പോൾ അത്തരത്തിലൊരു ട്രീറ്റ്മെന്റും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് സിനിമ തിയേറ്ററിൽ പ്രേക്ഷകന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സന്തോഷം. ഇല്ലെങ്കിൽ അടുത്ത ശ്രമവുമായി ഉടൻ വരും.
അല്ല നമ്മുടെ പ്രശാന്ത് അലക്സാണ്ടർ വരേണ്ടതായിരുന്നു. അദ്ദേഹവും വ്യക്തിപരമായ ഒരു കാരണം കൊണ്ട് വരാൻ പറ്റാതിരുന്നത്. സ്മിനി ചേച്ചി വരുമെന്ന് ഉച്ചവരെ അറിയിച്ചതാണ്. എനിക്ക് തോന്നുന്നു ശ്രീധരൻ ഈവനിങ്ങോട് കൂടി എത്തുമെന്ന് പറഞ്ഞു 4 മണിക്ക് ഇതൊരു അഡ്വർടൈസ്മെന്റ് ഷൂട്ട്. അങ്ങനെ പല കാരണങ്ങളും എൻഗേജ് ആയതുകൊണ്ടാണ് വരാത്തത്. ഇല്ലെങ്കിൽ ഉണ്ടായേനെ. പിന്നെ ഇന്നലെ രാത്രി വരുമെന്ന് പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ ഉള്ള സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് വരാതെ വന്നതാണ്. പിന്നെ എന്താണ് എല്ലാം ഇതല്ലേ, സിനിമ വിജയിച്ചാലാണ് ഇവർക്കൊക്കെയും സന്തോഷം ഉണ്ടാവുക. ഇല്ലെങ്കിൽ ഈ പറയുന്ന നാളെ ഷെക്കിലും ഇവരൊക്കെ എന്നോട് തന്നെ പടങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയല്ല, എന്റെ സുഹൃത്തുക്കളത് എന്നെ കൊണ്ട് തിരിച്ച് ചാടിച്ചു എന്ന് പറയുന്നത് ചിന്ത വരും. അപ്പൊ ഇത് ഈ സ്നേഹമായതിനോടൊപ്പം ഇടയ്ക്കൊരു ഈ സിനിമ നല്ല ഒരുവിധം ബെറ്ററായിരിക്കണം. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. ഷെക്കിനെ മാത്രമല്ല എല്ലാവരെയും. ഒന്നുമില്ല, ഞാൻ ചോദിച്ചു പേര് കിട്ടിയാൽ മതി. താങ്ക് യു. ഇത്രയും നേരം നമുക്ക് വേണ്ടി ചെലവഴിച്ച നമ്മുടെ ഈ പറഞ്ഞ കാറ്റഗറി ഒന്നും നോക്കാതെ നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി ഇത്രയും നേരം നിങ്ങൾ നമ്മുടെ പരാതിയോ നമ്മുടെ സിനിമയുടെ വിഭവത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളോ പറയാൻ നിങ്ങൾ കേൾക്കാൻ കാണിച്ചതിന് സന്തോഷം. ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ ഒരു ശ്രമം വളരെ സന്തോഷം. താങ്ക് യു ആളും. നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ സിനിമ ഒന്ന് കാണണം. പ്രേക്ഷകരല്ല, നിങ്ങൾ മീഡിയ തന്നെ മീഡിയ സിനിമ കാണണം. നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യണം. ഒന്ന് സഹായിക്കണം.